ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് എങ്ങനെ കറക്റ്റ് വരയ്ക്കുക എന്നുള്ള വീഡിയോ ആണ്. അതായത് ഞാൻ വരയ്ക്കുന്ന രീതിയിൽ എങ്ങനെ ഒരു ഫേസ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഇത് പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ മറ്റേലേക്ക് എടുക്കുകയാണ്. ഫസ്റ്റ് വരയ്ക്കുന്ന ഇതിൻ്റെ പിരിവാണ്. പിരിവത്തിൻ്റെ ഡയറക്ഷൻ നോക്കുക. അത് ഏതൊക്കെ ഭാഗത്തിലേക്കാണ് വരയ്ക്കുന്നത്. അത് ലൈറ്റായിട്ട് വരയ്ക്കാം. രണ്ട് പിരികൾ ലൈറ്റായിട്ട് വരയ്ക്കാം. എന്നിട്ട് പിന്നെ ടെക്സ്റ്റ് ഓരോ ഏഴായിട്ട് ഡാർക്കായി കൊടുക്കാം. കണ്ണാണ്, കണ്ണ് വരച്ചിടാം. അതായത് ചെറുതായിട്ട് ഷെയ്ഡിങ് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ നൈസായിട്ട് ഷെയ്ഡ് ചെയ്യുക. എത്രത്തോളം നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, അത്രത്തോളം ആ ഫോട്ടോ റിയലിസ്റ്റിക്കായി മാറും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് നോക്കുക. രണ്ട് കണ്ണിൻ്റെയും മൂക്കിൻ്റെ പോർഷനായിട്ട് അത് കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ബഡ്സ് എടുക്കുക. എന്നിട്ട് ഇട്ടൊന്ന് അതിൻ്റെ പൊക്കത്തോടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പോർഷൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ലൈൻ കൂടെ ഒന്ന് മാറ്റി വരുവാണെങ്കിൽ പെട്ടെന്നൊരു സെറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ഫുള്ള് മായ്ച്ച് കളയരുതെന്ന് ഞാൻ പറയുക. കാരണം എങ്ങനെ പെട്ടെന്ന് പകുതി വഴിക്കറ്റം ചിത്രം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വരയ്ക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണ് വരയ്ക്കുന്നത് ലൈൻ നല്ല നീറ്റായിട്ട് മായ്ച്ചെടുക്കുക. ഞാൻ ഇത്ര ഒരു ഭാഗത്തൊരു ഔട്ട്ലൈൻ മായ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം വരയ്ക്കാം. ഏറെക്കുറെ നമ്മൾ ഇത്ര ഒരു ഭാഗത്ത് ഷെയ്ഡിങ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയും ഈ നെറ്റിൻ്റെ ഭാഗവും ഈ കവളും ഈ താഴ്ത്ത ഭാഗവും ഈ മേൽഭാഗവും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫേസ് വരച്ച് കഴിഞ്ഞ് ഏറെക്കുറെ ഈ ഒരു ഔട്ടറുള്ള ഈ ഭാഗം മൊത്തം വരയ്ക്കാൻ നിൽക്കണം. അപ്പം ഇവിടെയുള്ള ഈ വരയും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് മായ്ച്ചെടുക്കുക. അതാണ് അടുത്തൊരു പരിപാടി. നമ്മൾ ഉള്ളിനോട് വരച്ചപ്പോൾ ഷെയ്ഡിങ് താഴേക്കാണ് ചെയ്തത്. അപ്പോൾ ഇനി ഷെയ്ഡ് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിളിലേക്കാണ്, മേലേക്ക് കുറച്ച് നേരെ ഒരു ആംഗിളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടതാണ്. നെറ്റീൻ്റെ ഭാഗത്താണ് കുറച്ച് സ്കിന്നൊക്കെ കുറച്ച് ചുരുങ്ങിയിട്ടും ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ നെറ്റി ഈ മുടീൻ്റെ ഈ ഭാഗം വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഷെയ്ഡ് ചെയ്യാം. എല്ലാം നൈസായിട്ട് ചെയ്യുക, നമ്മൾ കട്ടിയായിട്ട് ചെയ്യരുത്. അതങ്ങനെ ലൈറ്റായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് കൂട്ടിയെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കാം നൈസായിട്ട്. ഉണ്ടാകാൻ അമർത്തി പിടിക്കരുത്. പതിയെ ഒന്ന് ഓടിച്ചു വിടുക.